റോഡിലെ തിരക്കും ബ്ലോക്കും എല്ലാം ഒഴിവാക്കി സമാധാനത്തോടെ ഒരു യാത്ര പോകാം. ഒരു ബോട്ട് യാത്ര. അല്പം ക്ഷമ കൂടെ ഉണ്ടെങ്കിൽ യാത്ര കുറച്ചുകൂടെ ഭംഗിയാവും. കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് ബോട്ടിൽ സഞ്ചരിക്കാൻ നല്ല രസമാണ്. പക്ഷേ 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് മാത്രം. കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ നിന്നും എല്ലാ ദിവസവും ബോട്ട് സർവീസ് ഉണ്ട്. 6:45 ആദ്യ ബോട്ട്. വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ബോട്ടിൽ ആളെ കയറ്റാൻ തുടങ്ങി. ഞങ്ങൾക്ക് മുന്നിലുള്ള സീറ്റ് തന്നെ കിട്ടി. കൃത്യം 6:45 തന്നെ ബോട്ട് സ്ഥലം വിട്ടു. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുമുണ്ടായിരുന്നു. പിന്നെ കാലാവസ്ഥയും അനുകൂലം. ബോട്ട് കുറച്ചുകൂടി സ്പീഡിൽ പോകുമെന്നാണ് ആദ്യം കരുതിയത്. ആദ്യം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഓരോ ബോട്ട് ജെട്ടിയിലും നിർത്തുന്നതിനനുസരിച്ച് ആളുകളും കൂടി. ചുറ്റിലും നല്ല നല്ല കാഴ്ചകൾ. ആദ്യം നെൽപ്പാടങ്ങളായിരുന്നു, പിന്നെ വീടുകളായി. ഇതിങ്ങനെ മാറി മാറിയായിരുന്നു. പോകുന്ന ജലവഴിയിൽ കുറെ നടപ്പാലങ്ങളുണ്ട്. ബോട്ടിന്റെ നീണ്ട ഹോൺ കേൾക്കുമ്പോൾ ആളുകൾ കയറുകൊണ്ട് ഇത് വലിച്ചുയർത്തുന്നത് രസകരമായ ഒരു കാഴ്ചയാണ്. ഒരുപാട് വീടുകൾ കാണാം. രാവിലെ തന്നെ തുണി അലക്കുന്നവരും പാത്രം കഴുകുന്നവരും ഒക്കെ വെള്ളത്തിലുണ്ട്. പോകെ പോകെ ഒരു ടീ ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് കായലിലേക്ക് കയറുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി ബോട്ടിന്റെ സ്പീഡ് കൂടും. ഇതാണ് കുട്ടനാടിന്റെ സമൃദ്ധിയായ ആർ ബ്ലോക്ക്. യാത്രയ്ക്കൊപ്പം നമ്മൾ കണ്ടറിയേണ്ട ചരിത്ര മുഹൂർത്തമാണ് ആർ ബ്ലോക്ക്. ഇനിയൊരൽപ്പം ചരിത്രമാകാം. മണ്ണിട്ട് നികത്തി കായലിന് നടുവിൽ 1500 ഏക്കർ കരയുണ്ടാക്കിയ ചരിത്രം. ഈ ദീർഘവീക്ഷണമുള്ള കർഷകന്റെ പേരാണ് ജോസഫ് മുരിക്കൻ. കായൽ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന മുരിക്കുമൂട്ടിൽ ജോസഫിന്റെ സംഭാവന കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്. വെള്ളം വറ്റിക്കാനുള്ള സാമ്പത്തികവും സാങ്കേതികവുമായ വെല്ലുവിളികൾ അതിജീവിച്ച് കായൽ നിലങ്ങളെ കൃഷിയോഗ്യമാക്കിയ ആദ്യകാല സംരംഭകനായിരുന്നു അദ്ദേഹം. രാജാവിന്റെ പാരമ്പര്യവും വിശ്വാസത്തിന്റെ ബലവും പേറുന്ന ഈ കുട്ടനാട് ഓരോ യാത്രക്കാരനും നൽകുന്നത് വെറും കാഴ്ചകളല്ല, ഓരോ ജീവിത പാഠങ്ങളാണ്. ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിലെത്തി. ഇനി എങ്ങോട്ട്? നേരെ പുന്നമടയിലേക്ക്. അവിടെയാണല്ലോ ഹൗസ് ബോട്ടുകൾ. ഒരു ഓട്ടോ പിടിച്ച് നേരെ അങ്ങോട്ട് പോയി. 70 രൂപയാണ് ഓട്ടോ ചാർജ്. പുന്നമടയിലെത്തി ഹൗസ് ബോട്ടുകൾ നോക്കി പോകുമ്പോഴാണ് ഒരു ഫാമിലിയെ കണ്ടത്. കാര്യം അവർ അമേരിക്കയിൽ നിന്നും വന്നവരാണ്. കേരളത്തിലാണ് വേരുകൾ. US-ൽ ജനിച്ചു വളർന്ന മക്കളെയും മരുമക്കളെയും കൊണ്ടാണ് കേരളത്തിലേക്ക് എത്തിയത്. ഹൗസ് ബോട്ടിൽ ഒരു ദിവസം ചിലവഴിക്കാനാണ് അവർ ഇവിടെ എത്തിയത്. ഇത് എൻ്റെ മോന് സോണി ജെയിംസ്, അമേരിക്കനാണ്. അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത്. സോണി ജെയിംസിൻ്റെ ഭാര്യ ലീൻ, മോള് ലൈല, സോഫിയ, ഇളയപുത്രൻ സിബി ജെയിംസ്, ഭാര്യ ഹോളി.
how you experience Kerala, the people, the food, the culture. Can you say something? Kerala is an amazing place. I'm so glad that I could bring my family here to experience the culture, the amazing people, the amazing food, and we're so excited to explore the backwaters here as well as go to other places and share what God's country is like. Oh, it's very beautiful. I love it. Like everybody's super welcoming and everybody's very nice to the kids. Even if they're fussing, they're super nice. We love having dosa and idli every morning and Kerala fish curry. We love it here. It's been great. Yeah, we've traveled quite a bit to other countries, but nothing really compares to the scenery and the greenery around here. There's a lot of nature. Our favorite part was going to Munnar. We have not seen anything like that, seeing all the tea plantations, the rolling hills, being in the mountains, so it was very relaxing. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. കയ്യിൽ എപ്പോഴും ഒരു കുട കരുതുന്നത് കൊണ്ട് അല്പം ആശ്വാസമുണ്ട്. തിരിച്ചു പോകുന്നത് KSRTCയിലാണ്. കോട്ടയത്തേക്ക് ബോട്ട് നിശ്ചിത സമയങ്ങളിലുണ്ട്. എങ്കിലും അല്പം ധൃതിയുള്ളതിനാൽ ബസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടൂറിസ്റ്റുകൾ ഇത്തവണ കുറവാണെന്ന ആശങ്കയാണ് ഇവിടെയുള്ളവർക്ക്. ഈ ഓട്ടോ ചേട്ടനും അത് തന്നെയാണ് ആശങ്ക. അങ്ങനെ പുന്നമടയിൽ നിന്നും ആകെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോയിൽ കയറി നേരെ KSRTC സ്റ്റാൻഡിലേക്ക്. മറ്റൊരു യാത്രാ വിശേഷവുമായി വീണ്ടും കാണാം.